ദൈവം എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഒരനുഗ്രഹമായിട്ട് മാറണം എന്ന് മാത്രമല്ല, മറ്റുള്ളവരിലേക്കും നമ്മിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ നദികൾ ഒഴുകിച്ചെല്ലണം എന്നുള്ള കാര്യമാണ്. അതിന് നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നാം മാറിയേ പറ്റും. ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്വഭാവം കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് നാം മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ വിരസമായ ഒന്നായിട്ട് പലർക്കും ആത്മീയ ജീവിതം തോന്നിത്തുടങ്ങുകയാണ്. ആവേശഭരിതമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണോ എന്ന് പലരും ചോദിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് സാധ്യമാണ് എന്ന് അനുഭവിക്കുന്ന ഒരുപാട് ഭക്തന്മാർ അവരുടെ സാക്ഷ്യങ്ങളിലൂടെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം എപ്പോഴും ഉത്സാഹിക്കണം. മറ്റുള്ള മനുഷ്യർ നമ്മോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ ഹൃദയത്തിൽ ഇടർച്ച വരാതിരിപ്പാൻ, മടുപ്പ് തോന്നാതിരിപ്പാൻ, ആവേശകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശവാക്യം 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഹൃദയത്തിൽ വിശ്വാസത്യാഗം ഉള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്മാറ്റക്കാരൻ്റെ ജീവിതം അവന് തന്നെ മടുപ്പുളവാക്കുന്നതാണ്. എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതം അതിന് നേരെ വിപരീതമാണ്. ആത്മീയമായ പിന്മാറ്റത്തിന് പല ലക്ഷണങ്ങൾ ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനം വായിക്കുവാനുള്ള താല്പര്യം നമ്മളിൽ കുറഞ്ഞു വരികയാണെങ്കിൽ, വചനം നമുക്ക് പ്രയോജനപ്രദമായോ രസകരമായോ സജീവമായോ തോന്നി തുടങ്ങാതെ വന്നാൽ തീർച്ചയായിട്ടും എവിടെയോ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ വന്നു തുടങ്ങിയെന്ന് ചിന്തിച്ചേ മതിയാവും. ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് താല്പര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ അന്വേഷിക്കുവാനോ നമുക്ക് ഉത്സാഹമില്ലാതെ പോയാൽ പിന്മാറ്റത്തിൻ്റെ പടികളിലേക്ക് നാം ഇറങ്ങുകയാണ്. ഒരു കാലത്ത് അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം എന്നുള്ള ആവേശം ഉണ്ടായിരുന്ന പലർക്കും സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ പിന്മാറ്റത്തിൻ്റെ പടികളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരോടുള്ള സ്നേഹം കുറഞ്ഞു. അവരെ ഉത്സാഹിപ്പിക്കുവാനോ അവർക്ക് പ്രയോജനപ്രദമാകുന്ന നിലയിൽ അവരെ ശുശ്രൂഷിക്കുവാനോ ഉള്ള താല്പര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് മടുപ്പ് സംഭവിച്ചു തുടങ്ങുമ്പോഴാണ്. എപ്പോഴും പരാതി പറയുക, ഒരു കാര്യത്തിനും ഒരു തൃപ്തിയുമില്ലാത്ത ഒരു ജീവിതം, പാപത്തോട് വളരെ ലാഘവബുദ്ധിയോടുകൂടി പാപത്തെ കാണുക, തെറ്റുകൾ തെറ്റാണെന്ന് തോന്നിത്തുടങ്ങാതെ ഒരു കാലത്ത് തെറ്റായി കണ്ടതെല്ലാം ഇപ്പോൾ ശരിയാണെന്ന് തോന്നുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണെന്ന് നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ സമൂഹങ്ങളിൽ കാണുന്ന ആത്മീയ മരവിപ്പ് അത് മാറിത്തുടങ്ങേണ്ടത് ആവശ്യമുണ്ട്. പൊതുവെ ഒരു മന്ദത എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. എന്നാൽ സത്യമറിയുവാൻ ആഗ്രഹിക്കുന്നവരെ, ഇച്ഛിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം സന്ദർശിക്കുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും ദൈവത്തിന് തനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിൽ ഒരാളായിട്ട് തീരുവാൻ നാം ആഗ്രഹിക്കണം. കാലം
അതിവേഗം മുന്നോട്ട് പോകുന്നു. ലോകത്തിൻ്റെ ചുവരെഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വാതിക്കൽ തന്നെയാണ്. മരണം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. നാമും മരണത്തിൻ്റെ ക്യൂവിലാണ്. എപ്പോഴാണ് ഉടമസ്ഥൻ തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. നനയാത്ത നിമിഷത്തിൽ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വന്നാൽ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും വസിക്കണം എന്ന് യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. എല്ലായിടത്തും ഒരു ശുഭത ആവശ്യമുണ്ട്. മടുപ്പുകൾ മാറേണ്ട സമയം അടുത്തിരിക്കുന്നു. നമുക്കുണരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉണർത്തട്ടെ. ദൈവം നമ്മുടെ മനസ്സിനെ ഉണർത്തട്ടെ. യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അനീതിയുള്ളവർ അനീതി ചെയ്തു കൊള്ളട്ടെ, അഴുക്കുള്ളവർ അഴുക്കാടട്ടെ. എന്നാൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിപ്പാൻ കർത്താവ് കൃപ തരും. കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. എല്ലാ പിന്മാറ്റങ്ങളിൽ നിന്നും മടങ്ങി വന്ന് ദൈവം മുമ്പാകെ വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മളെ സമർപ്പിക്കാം. ദൈവമേ, അവിടുത്തെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് നന്ദി. ദൈവവചനമനുസരിച്ച് സന്തോഷകരമായ ഒരാത്മീയ ജീവിതം നയിപ്പാൻ, മടുപ്പില്ലാത്തവരായി ജീവിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.